കേരള ഭരണം പിടിച്ചെടുക്കാൻ എമ്പുരാൻ ബി.ജെ.പിയെ സഹായിക്കും. ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന പൃഥ്വിരാജിന് പിറകിൽ ആരാണ്? ഓർഗനൈസറിൽ ലേഖനമെഴുതിയ ജിതിൻ ജേക്കബ് എമ്പുരാനിലെ പ്രയോഗങ്ങളെ സൂക്ഷ്മമായി അപഗ്രഥിച്ച് വിമർശിക്കുന്നു. ക്രിസ്ത്യാനികൾക്കിടയിലും ഇസ്ലാമോഫോബിയ പടർത്താൻ എമ്പുരാൻ ലക്ഷ്യമിട്ടു. സോഷ്യൽ മീഡിയയിൽ ചർച്ച കൊഴുക്കുന്നു. എമ്പുരാൻ സിനിമ ക്രിസ്തീയ വിശ്വാസികളുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരായിട്ടാണെന്ന് ഓർഗനൈസറിലെ ലേഖനത്തിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും വ്യക്തമാക്കുന്ന ജിതിൻ ജേക്കബിന്റെ നിലപാടുകൾ പുതിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുന്നു. ക്രിസ്ത്യൻ വിശ്വാസികളെ ഉദ്ദേശിച്ചുള്ള പോസ്റ്റ് എന്ന മുഖവുരയോടെയാണ് ജിതിൻ ഫേസ്ബുക്കിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എമ്പുരാൻ സിനിമയിൽ തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്നതും ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെയും ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് നേരെയും വിഷം തുപ്പുന്നതും വർഗീയ കലാപങ്ങൾ വരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും പരസ്യമായി ആണെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ഏറ്റവും നികൃഷ്ടമായി ആക്രമിച്ചിരിക്കുന്നത് പല ഒളിച്ചുകടത്തലിലൂടെയുമാണ്. ഓർഗനൈസറിൽ എഴുതിയ ലേഖനം കണ്ട് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് ക്രിസ്ത്യൻ നാമധാരികളാണെന്നും ഇത്തരം നിഷ്കുകൾ ഉള്ളതാണ് ഇവരുടെ ബലമെന്നും ജിതിൻ ജേക്കബ് പറയുന്നു. പൃഥ്വിരാജ് എന്ന നിലപാടുള്ള മഹാന്റെ പല സിനിമകളിലും സാത്താൻ സേവ അല്ലെങ്കിൽ പൈശാചിക ആരാധന, ബൈബിൾ വചനങ്ങൾ ദുർവ്യാഖ്യാനം, ബൈബിളിൽ ഇല്ലാത്ത വചനങ്ങൾ ഉണ്ടെന്ന് കാണിക്കൽ, പൈശാചിക ചിഹ്നങ്ങളുടെ അവതരണം, പൈശാചിക സ്തുതികൾ, യേശുക്രിസ്തുവിനെ ഇൻഡയറക്റ്റായി അവഹേളിക്കൽ ഇവയെല്ലാം കാണാൻ കഴിയും. സ്റ്റോപ്പ് വയലൻസ്, ആദം ജോൺ, നയൻ, എസ്ര, കോൾഡ് കേസ് തുടങ്ങിയ സിനിമകളിൽ നേരിട്ട് തന്നെയാണ് സാത്താൻ സേവയും സാത്താൻ ആരാധനയും സാത്താൻ ബിംബങ്ങളും ഒക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ലൂസിഫർ, എമ്പുരാൻ എന്നീ രണ്ട് സിനിമകളിലും നിറഞ്ഞു നിൽക്കുന്നത് സാത്താൻ സ്തുതികളും സാത്താൻ ബിംബങ്ങളും ഇല്ലാത്ത ബൈബിൾ വചനങ്ങളും ദൈവപുത്രൻ എന്ന് ക്രിസ്ത്യൻ വിശ്വാസികൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെ അവഹേളിക്കലുമൊക്കെയാണ്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനല്ലാതെ മറ്റാരെ ആശ്രയിക്കാൻ? ദൈവപുത്രൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണ് എന്നതോർക്കണം. ഒരു തകർന്ന പള്ളിയുടെ മുന്നിലിരുന്ന് മോഹൻലാൽ കഥാപാത്രം പറയുന്നു, ദൈവപുത്രൻ വിതച്ച പാപത്തിന്റെ വിളവെടുക്കാൻ കറുത്ത മാലാക എന്ന്. ഇവിടെയും അവഹേളിക്കുന്നത് യേശുക്രിസ്തുവിനെ തന്നെയാണ്. അതേസമയം കറുത്ത മാലാക എന്ന് പറഞ്ഞ് പിശാചിനെ പുകഴ്ത്തുകയും ചെയ്യുന്നു. അങ്ങനത്തെ നിരവധി സാത്താൻ സ്തുതികൾ. മറ്റൊരു ക്ലാസിക് ഉദാഹരണമാണ് ഇറാഖിലെ കാരാഘോഷ് നഗരത്തെക്കുറിച്ചുള്ള റഫറൻസ്. ഇസ്ലാമിക ഏകാധിപത്യം കൊടികുത്തിവാണ ഇറാഖിലെ ഒരേ ഒരു ക്രിസ്ത്യൻ നഗരമാണ് കാരാഘോഷ് നഗരം. ISIS എന്ന ജിഹാദി ഭീകര സംഘടന കാരാഘോഷിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല നടത്തിയിരുന്നു. ബാക്കിയുള്ളവർ പലായനം ചെയ്ത് രക്ഷപ്പെട്ടു. അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികളെല്ലാം തകർക്കപ്പെട്ടു. ആഫ്രിക്കൻ ഡ്രഗ് കാർട്ടൽ തലവൻ കബൂഗയെ തകർക്കാൻ ലൂസിഫർ കോംപ്രമൈസ് മീറ്റിംഗ് വെക്കാൻ ഈ ലോകത്ത് മറ്റൊരിടവും പൃഥ്വിരാജ് തെരഞ്ഞെടുത്തില്ല. അയാൾ തെരഞ്ഞെടുത്തത് ആ കാരാഘോഷാണ്. അതും കാരാഘോഷ് നഗരത്തിലെ ക്രിസ്ത്യൻ പള്ളിക്കുള്ളിൽ വെച്ചാണ് ആ ചർച്ച. എന്തുകൊണ്ട് ഇറാഖിലെ കാരാഘോഷിലെ ക്രിസ്ത്യൻ പള്ളി? അവിടെയുള്ള പള്ളികൾക്കും ദൈവത്തിനുമൊന്നും സാധിക്കാത്ത കാര്യം ലൂസിഫർ ആ പള്ളിക്കുള്ളിൽ വെച്ച് ചെയ്തു കാണിച്ചു. ശത്രുവിനെ തകർക്കുന്നു. തകർന്ന ദേവാലയത്തിൽ നീതി നടപ്പാക്കുന്നത് ലൂസിഫറായ നായകൻ. ആരാണ് ലൂസിഫറിന് വേണ്ടി അത് ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സയ്യിദ് മസൂദാണ് ലൂസിഫറിന് വേണ്ടി ദേവാലയത്തിൽ നീതി നടപ്പാക്കുന്നത്. അവസാനം ആ തകർന്ന ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ലൂസിഫറിനെ പിടിക്കാൻ വരുന്ന സൈന്യത്തെ ഇല്ലാതാക്കാൻ സയ്യിദ് മസൂദ് ഒരിക്കൽ കൂടി ആ ക്രിസ്ത്യൻ ദേവാലയം തകർക്കുന്നു. ആ സീനിന്റെ അവസാനം മുകളിൽ നിന്ന് ഒരു കുരിശ് ഒടിഞ്ഞ് തലകുത്തി വീഴുന്നു. കുരിശിന്റെ മറ്റു ഭാഗങ്ങൾ ഒടിഞ്ഞുപോയി ലൂസിഫറിനെ കുറിക്കുന്ന എൽ ബാക്കിയാവുന്നു. പിന്നിൽ തകർന്ന പള്ളിയുടെ ഏരിയൽ ഷോട്ട് കാണിച്ച് സീൻ അവസാനിക്കുന്നു. അതായത് ലൂസിഫർ ദൈവത്തെ തോൽപ്പിക്കുന്നു. എമ്പുരാൻ എന്ന പേര് തന്നെ ഒളിച്ചുകടത്തലാണ്. ക്രിസ്ത്യാനികൾ ദൈവത്തെ തമ്പുരാനെ എന്ന് വിളിച്ച് ദിവസവും പ്രാർത്ഥിക്കും. ഇവിടെ തമ്പുരാനെ എമ്പുരാനാക്കി എന്ന് മാത്രം. ദൈവത്തെ മാറ്റി ചെകുത്താനെ വാഴ്ത്തുന്നു. എന്താണ് പൃഥ്വിരാജിന്റെ അജണ്ട? അയാൾ ഒറ്റയ്ക്കാണോ അതോ അയാളുടെ പിന്നിൽ ആളുകളുണ്ടോ? ജിതിൻ ജേക്കബ് ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിക്കുന്നു. എമ്പുരാൻ സംഘപരിവാർ സംഘടനകളെ മാത്രമല്ല ക്രിസ്ത്യൻ വിഭാഗത്തെയും പൊള്ളിക്കുന്നതാണെന്ന നിലയിലേക്ക് വിവാദത്തിന്റെ തലം മാറ്റുവാനുള്ള ശ്രമം നടന്നു വരുന്നുണ്ട്. വഖഫ് ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJP നിലപാടിനോട് യോജിച്ചു നിൽക്കുന്ന ക്രിസ്ത്യൻ സഭകൾ എമ്പുരാൻ വിവാദത്തിൽ നിലപാട് സ്വീകരിച്ചാൽ അത് കേരളത്തിലെ BJPക്ക് വലിയ ഗുണം ചെയ്യും. ഹൈന്ദവ സമൂഹത്തിനും ക്രിസ്ത്യൻ സമൂഹത്തിനും ഇടയിലേക്ക് ഒരുപോലെ ഇസ്ലാമോഫോബിയ കടത്തിവിടാൻ എമ്പുരാനെ ഒരു വിഭാഗം ഉപയോഗപ്പെടുത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ജിതിൻ ജേക്കബിന്റെ പോസ്റ്റ് ആ നിലയ്ക്ക് കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്.